ആദ്യമായിട്ടാണോ തിരുവനന്തപുരത്ത് എത്തുന്നത്, പൊങ്കാലയ്ക്ക് എത്തുന്നത്? ഞാൻ 10-20 വർഷമായി പൊങ്കാല ഇടുന്നത്. ആ സമയമാകുമ്പോൾ ഓടി ഇവിടെ എത്തണം അമ്മേൻ്റെ അടുത്ത്. എങ്ങനെയാണ് ഇപ്പോൾ ഓരോ വർഷത്തെ പൊങ്കാലയും കഴിയുമ്പോൾ അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടി ഒരു കാത്തിരിപ്പാണെന്ന് ഓരോ ഭക്തരും പറയും, അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണ്. എല്ലാ വർഷവും പൊങ്കാലയും വ്യത്യസ്തമാണ്. എനിക്ക് അങ്ങനെയാണ് എൻ്റെ അനുഭവം. നമുക്ക് അടുത്ത വർഷം എങ്ങനെയാണ് ആവാൻ പോകുന്നത് അത് ഈ പൊങ്കാലയിൽ നമുക്ക് കാണാൻ പോകും. പിന്നെ ഇത് തിളച്ച് മറിഞ്ഞ് വരുമ്പം അതൊരു കാണുന്നത് ദേവിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നിവേദ്യം, അത് ഭംഗിയാവണം. പൊങ്കാല കൊണ്ട് എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യവും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. നമ്മുടെ തിരുവനന്തപുരത്ത് മാത്രം ഒരു കാലത്ത് ചുരുങ്ങിയിരുന്ന ഒരു ഉത്സവം അതിപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ ആകെ ഒരു വലിയൊരു ഉത്സവമായി വികാരമായി മാറി. അങ്ങനെ തന്നെയല്ലേ കോഴിക്കോടൊക്കെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയല്ലേ പൊതുവേ ഭക്തരുടെ ഒരു വികാരം? അതെ അതെ, ഞങ്ങളൊക്കെ ഇപ്പോൾ കോഴിക്കോട് നിന്ന് വന്ന് ഇവിടെ പൊങ്കാല ഇടുകയല്ലേ. ഇപ്പം ഞങ്ങളെ വീടുകളിലൊക്കെ ഞങ്ങളെ അമ്മമാരൊക്കെ ഇപ്പോൾ പ്രായമായതുകൊണ്ട് അവരൊക്കെ അച്ഛൻ്റെ പെങ്ങളും അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയും കുട്ടികളും ഒക്കെ അവിടെയും പൊങ്കാല ഇടുകയാണ്. എല്ലാവർക്കും ഈ സമയമാകുമ്പം ദേവിക്ക് അത് കൊടുത്തേ മതിയാവൂ. ക്ഷേത്രത്തിൽ പോയി തൊഴാൻ കഴിഞ്ഞോ? കഴിഞ്ഞു. അതിന് നമ്മളെ ഫെസ്റ്റിവലിന് വന്നപ്പോഴും പോയി തൊഴുന്നിരുന്നു. എപ്പോഴും തിരുവനന്തപുരം വന്ന അമ്മയെ കാണാതെ പോവാറില്ല. നമ്മുടെ എമ്മിയുടെ മകൾ മിനി മാഡമാണ് സംസാരിക്കുന്നത്.